വളരെ കുറച്ചു കാലം മുമ്പ് ഡിസംബറിൽ ഈ ഉപരാഷ്ട്രപതിയെ തന്നെ പുറത്താക്കണം എന്നുകൊണ്ടൊരു നോ കോൺഫിഡൻസ് മോഷൻ വരെ ഇവർ അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അന്ന് അവർ ആഗ്രഹിച്ചത് ഇന്ന് നടന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, സംശയം എന്താണ് ഇവിടെ? ഇദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചു? ഇദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ ആണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നാണ്. അതിൽ സത്യമുണ്ട്. പക്ഷെ അത് മാത്രമാണോ സത്യം എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാർച്ചിൽ എയിംസിൽ അദ്ദേഹം അഡ്മിറ്റഡായി വരെ ചികിത്സ നേടിയതാണ്. ഈ കഴിഞ്ഞ മാസം ജൂണിൽ അദ്ദേഹം നൈനിറ്റാളിൽ, ജാർഖണ്ഡിലുള്ള നൈനിറ്റാളിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തലകറങ്ങി വീഴുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. 74 വയസ്സുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ രാജ്കുരാമാനം രാജിവെക്കുന്നത് ആരോഗ്യ പ്രശ്നം കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ വ്യക്തമായി തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പ്രതിപക്ഷ പാർട്ടികളോടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന് ഭരണകക്ഷി അംഗങ്ങളുമായും ഈ അടുത്ത കാലത്ത് പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലുള്ള ആ ഒരു നോ കോൺഫിഡൻസ് മോഷന് ശേഷമാണ്. അപ്പം അദ്ദേഹം ആരോപിക്കപ്പെട്ടത് അദ്ദേഹം ബയസ്ഡായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. ഭരണകക്ഷിയോട് കൂട്ടുചേർന്ന് പെരുമാറുന്നു, നിഷ്പക്ഷനായിട്ട് പെരുമാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിഷ്പക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു പക്ഷം പിടിക്കാതെ പെരുമാറണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഒരു പക്ഷത്തോട്ട് ചായുന്നു, ചില സമയങ്ങളിൽ വേറൊരു പക്ഷത്തോട്ട് ചായുന്നു. അങ്ങനെ ഞാൻ ബാലൻസ് ചെയ്യുന്നതിലൂടെ നിഷ്പക്ഷനാകുന്നു എന്നുള്ള രീതിയിലാണ് ഉപരാഷ്ട്രപതി പെരുമാറിക്കൊണ്ടിരുന്നത്. അതിന് ചില ഉദാഹരണങ്ങളും കൂടെ എനിക്കിവിടെ എടുത്തു പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള എനിക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ആ ഒരു പരിഗണനകളൊന്നും ലഭിച്ചില്ല എന്ന് അദ്ദേഹത്തിന് വലിയ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണ്? ഇന്ത്യയിലുള്ള വൈസ് പ്രസിഡന്റ് അല്ല അമേരിക്കയിലുള്ള വൈസ് പ്രസിഡന്റ്. അവിടെ പ്രസിഡന്റാണ് റൂൾ ചെയ്യുന്നത്, ഇവിടെ പ്രൈം മിനിസ്റ്ററാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വ്യത്യാസം പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡന്റിൻ്റെയും പടം വയ്ക്കുന്നതിൻ്റെ കൂടെ എൻ്റെ പടവും കൂടി വയ്ക്കണം വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലീറ്റ് ഓഫ് കാർസ് അതെല്ലാം മെഴ്സിഡസ് ബെൻസ് കാറുകൾ തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്കൊക്കെ അദ്ദേഹത്തെ നയിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വളരെ പഴക്കവും ചെന്ന ഒരു ലോയറാണെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിലും അദ്ദേഹം വളരെ തിളങ്ങിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റിൽ, വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആളുകളുടെ അപ്രീതി നേടിയെടുക്കുന്നതിൽ മാത്രമേ വിജയിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഈ ഒരു ക്രൈസിസിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിച്ചത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സിലാണ്. അപ്പം അതിൽ പോലും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ആ ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചില്ല. ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്, എല്ലാവരും ഭരണപക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഒരു ജഡ്ജിയെ, യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലോക്സഭയിൽ അതിൽ വ്യക്തമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതുമാണ്. അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ പോലും ആ ഒരു ഇംപീച്ച്മെൻറ്റിൽ ഒപ്പിട്ടത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു 3 അംഗ കമ്മിറ്റിയെ രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നതാണ്. അപ്പം ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് രാജ്യസഭയിൽ ഭരണകക്ഷി അംഗങ്ങളുടെ അനുമതി പോലുമില്ലാതെ വെറും 60 പേർ മാത്രം ഒപ്പിട്ട ഒരു ഇംപീച്ച്മെന്റ് എന്തുകൊണ്ട് ഇദ്ദേഹം തുടർ നടപടികൾക്കായി സ്വീകരിച്ചു എന്നുള്ളതാണ്. താങ്കൾ ഈ ധൻഖറിനെ പഴിക്കുമ്പോൾ ധൻഖർ എന്തോ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു നേതാവ് എന്ന മട്ടിലാണ് അങ്ങ് അദ്ദേഹത്തെ പറ്റിയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2003 മുതൽ BJPയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ധൻഖർ. അതങ്ങ് മറന്നുപോയോ? പിന്നെ ഇത്രയും ഇപ്പോൾ ജനതാദൾ, കോൺഗ്രസ്, BJP
3 പാർട്ടികളുടെ പശ്ചാത്തലമാണ് ഈ പറയുന്ന ധൻഖറിനുള്ളത് അല്ലേ? എന്നാൽ 6-7 പാർട്ടികളുടെ പശ്ചാത്തലമുള്ള ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 2013 മറ്റുമാണ് അദ്ദേഹം BJP-യിലേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിഴവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും തിരുത്തുകയും ചെയ്യാവുന്നതാണ്. ഒരു തടസ്സങ്ങളുമില്ലാതെ ഇപ്പോഴും വിവിധ പദവികളിൽ ഇരിക്കാൻ കഴിയുന്നു.